വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ചെറു പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങുന്നത് വലിയ പാർട്ടികൾക്കും പ്രധാന മുന്നണികൾക്കും തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള ദ്വികോണ മത്സരമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തുന്നത്. എന്നാൽ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മുന്നണികളെ മാറ്റിമറിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പ്രാദേശികവും അല്ലാത്തതുമായ ചെറുകക്ഷികളുടെ സാന്നിധ്യത്തിന് കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത്. മഹാരാഷ്ട്രയിൽ തൂക്കുമന്ത്രിസഭയാണ് അധികാരത്തിലെത്താൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ചെറു പാർട്ടികൾക്ക് 30 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുമാണ് കണക്കുകൂട്ടലുകൾ. അങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാനം ആര് ഭരിക്കണമെന്നത് ചെറുകക്ഷികൾ തീരുമാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ 288 അംഗ നിയമസഭയിലേക്ക് ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. 23-ന് ഫലം പുറത്തുവരും. 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികൾ 29 സീറ്റുകൾ നേടിയിരുന്നു. 63 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്താനും വിവിധ പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മഹായുതിയും MVAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഇത്തവണ ഈ പാർട്ടികൾ നേരിടുന്ന സീറ്റുകളുടെ എണ്ണമായിരിക്കും അധികാരം ആർക്ക് എന്ന കാര്യം തീരുമാനിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മിക്ക മണ്ഡലങ്ങളിലും ഏകദേശം 4 ലക്ഷം വോട്ടർമാരുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ ചിലതിൽ 3 ലക്ഷത്തോളം വോട്ടർമാരുമുണ്ട്. ശരാശരി 60% പോളിംഗ് നടന്നാൽ ഒരു മണ്ഡലത്തിൽ ഏകദേശം 2.5 ലക്ഷം വോട്ടുകൾ രേഖപ്പെടുത്തും. അതിനാൽ മിക്ക മണ്ഡലങ്ങളിലും ചെറു പാർട്ടികൾ വോട്ടുകൾ വിഭജിപ്പിക്കാനാണ് സാധ്യത. പല മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ മാറ്റിമറിക്കാൻ ചെറുകക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിയും. MNSഉം AIMIMഉമാണ് ഇരു മുന്നണികൾക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ. സംസ്ഥാനത്തെ മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMന് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള MVAയെ ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 16 സീറ്റുകളിലാണ് പാർട്ടി ഇത്തവണ മത്സരിക്കുന്നത്. 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റിൽ പാർട്ടി മത്സരിച്ചിരുന്നു. ഇവയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ മാത്രം മത്സരിച്ചാൽ മതിയെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി ഉൾപ്പെടെ 2 സഖ്യങ്ങൾക്കും രാജ് താക്കറെയുടെ MNS ഭീഷണിയാകും. സംസ്ഥാനത്തെ 36 സീറ്റുകളിൽ MNS നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത്. മുംബൈ മേഖലയിൽ മാത്രം 26 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. ഇത് BJPക്കും സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും തിരിച്ചടിയാണ്. രാജ് താക്കറെയുടെ പാർട്ടി മത്സരിക്കുന്ന മുംബൈയിലെ 25 സീറ്റുകളിൽ ഷിൻഡെയുടെ ശിവസേന 12 സീറ്റുകളിലും BJP 10 സീറ്റുകളിലും മത്സരിക്കുന്നു. പൊതുവെ BJP അനുകൂല പാർട്ടിയായ MNSനെ കാണുന്നത്. എന്നാൽ മുംബൈ മേഖലയിലെ ഒറ്റയ്ക്ക് അവർ മത്സരിക്കുന്നത് BJPയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ചില അടവു നയങ്ങളും BJP നേരത്തെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഹി മണ്ഡലത്തിൽ സഖ്യകക്ഷിയായ ശിവസേന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് പകരം MNS അധ്യക്ഷൻ രാജ് താക്കറെയുടെ മകൻ MNSന്റെ അമിത് താക്കറെയെ പിന്തുണയ്ക്കാനാണ് BJP തീരുമാനം.